നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഒന്ന് വിലയിരുത്താം. 3 കാര്യങ്ങളാണ് പ്രധാനമായും വിശകലനം ചെയ്യുന്നത്. 1, പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ എത്തുന്നു. 2, പുതിയ സർവേ ഫലത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. 3, കേരളത്തിൽ CPM-ന് LDF-ന് പിഴച്ചത് എവിടെ. ആദ്യമായി നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവെടുക്കാം. ഞാനൊരു അമ്മയാണ്, സഹോദരിയാണ്, സ്ത്രീയാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്വന്തമായി സ്വീകരിച്ചു. എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. വയനാട്ടിൽ നിന്നും MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാക്കുകൾ ആണിവ. വൈകാരികമായി ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാചകങ്ങൾ നാഗരികമല്ലാത്ത പച്ചയായ ഗ്രാമീണർ കേട്ടത് അഭിമാനത്തോടെയും ആത്മനിർവൃതിയോടെയും കൂടിയായിരുന്നു. ഇപ്പോഴിതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തിളക്കുന്ന ലാവയിലേക്ക് ചെമ്പനീർ പൂവിൻ്റെ നൈർമല്യത്തോടെ അവർ വരുന്നു. എക്കാലത്തും കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഇളമുറക്കാരി, ജൂനിയർ ഇന്ദിര എന്ന് വിളിക്കപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി നാളെ നിലമ്പൂരിൻ്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ വീണ്ടും ഒരു ചരിത്ര ഭാഗമാകാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയുടെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമായി, ചരിത്ര നേട്ടമായി അത് മാറും. സ്ത്രീകളുടെ ഹൃദയതാളം നെഞ്ചേറ്റിയ പ്രിയങ്കയുടെ നിലമ്പൂർ സന്ദർശനം സ്ത്രീകൾക്കെന്ന പോലെ കുട്ടികൾക്കും യുവാക്കൾക്കും വൃദ്ധജനങ്ങൾക്കും ആവേശമാകും. അതുപോലെ സർക്കാർ അവഗണിച്ച് അപമാനിച്ചു വിട്ട സ്ത്രീ ജനതയുടെ സമരയാത്രയ്ക്ക് കൂടി പ്രിയങ്ക അഭിവാദ്യം അർപ്പിക്കുന്നതോടെ ചരിത്രം നിലമ്പൂരിൽ മിഴി തുറക്കും UDF-നായി. ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥിതി എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാം. ഒരു അഡ്ജസ്റ്റ്മെന്റ് ജയമെങ്കിലും ലക്ഷ്യം വെച്ച് മുന്നണികളുടെയും മുന്നണികളിൽ ഇല്ലാത്ത പാർട്ടികളുമൊക്കെ ഇറക്കുന്ന പ്രമുഖർ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് അവസാനിക്കാറും ആയി. UDF നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിനായി അല്ല പ്രവർത്തിക്കുന്നത്. മറിച്ച് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച ആര്യാടൻ ഷൗക്കത്തിൻ്റെ 25,000-ന് മുകളിൽ വരുന്ന ഭൂരിപക്ഷം അത് 35,000-ന് മുകളിലേക്ക് വർദ്ധിപ്പിക്കാനാണ് യത്നിക്കുന്നത്. LDF നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം കൊഴുപ്പിക്കുകയാണ്. പ്രമുഖരുടെ വരവും കലാസാഹിത്യ രംഗത്തുള്ളവരുടെ സന്ദർശനവും ഉറപ്പിച്ച് LDF നിലയില്ലാ കയത്തിൽ തുഴയുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് വഴിവെച്ച അൻവർ ആവട്ടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രമുഖരെ പ്രചരണത്തിന് കളത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് കേൾക്കുന്നത്. BJP പ്രചരണത്തിൽ അല്പം പിന്നോക്കമാണെങ്കിലും പ്രചരണം അവസാനിപ്പിക്കാൻ വെറും 2-3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവർ എങ്ങനെ ഇനിയുള്ള സമയം പ്രചരണത്തെ സമീപിക്കുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും പുതിയ സർവേ കണക്കുകൾ പറയുന്നത് എങ്ങനെ എന്നൊന്ന് വിലയിരുത്തി നോക്കാം. വർഗീയ പ്രീണനത്തിൽ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ലേലത്തിൽ വെച്ച് ഇസങ്ങളത്രയും ചവറ്റുകൊട്ടയിൽ തള്ളി കുതിരക്കച്ചവടത്തിന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും തത്വസംഹിതകളും പണയം വെച്ച് വർഗീയ കളത്തിൽ ചേക്കേറുന്ന CPM-ന് നിലമ്പൂരിൽ സർവേ പ്രകാരം LDF-ന് 37% വോട്ടുകളാണ് ലഭിക്കുക എന്നതാണ്. നിലവിലെ രാഷ്ട്രീയ സ്ഥിതി ആകെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഭരണത്തിൽ പരാജയപ്പെട്ട ഒരു സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറാൻ സഹായിച്ചാൽ അത് ആത്മഹത്യാപരമെന്നേ പറയാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ആളുകൾ നെട്ടോട്ടമോടുകയാണ്. അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി മാറിയ പിണറായിയുടെ ഭരണത്തിന് എതിരെ ഒരു താക്കീത് കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ജനം സർവേ ഫലത്തിൽ പറയുന്നത് UDF-ന് 48% വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ്. BJP NDA 5% ഒതുങ്ങുകയും PV അൻവർ 4%-ലും മറ്റുള്ളവർ എല്ലാവരും കൂടി നോട്ട ഉൾപ്പെടെ 6% വോട്ടുകൾ നേടുമെന്നതാണ് കണക്കുകൂട്ടൽ. പക്ഷേ ഈ കടുത്ത മത്സരത്തിൽ നാളെ പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ സ്ഥിതിഗതികളാകെ മാറി മറിയാം. 48% എന്നുള്ളത് 55%-ലേക്ക് കുതിക്കുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പിച്ചതാണെങ്കിലും ചരിത്ര നേട്ടമായി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലാണ് UDF ഒന്നടങ്കം. LDF-ന് CPM-ന് പാളിയത് എവിടെയാണ്? 1ാം ടേമിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു കേരളത്തിന്. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനത്തിനൊപ്പം നിന്ന് LDF സർക്കാർ പൂർണ്ണമാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ സംഭവിച്ചതോ
ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതൊക്കെ നിർജീവമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു LDFിൻ്റേത്. പിന്നീട് ഈ ടീമിൽ LDFിന് പ്രത്യേകിച്ച് ചെയ്യാനുള്ള സാഹചര്യമായിരുന്നില്ല സംജാതമായത്. കാരണം നിപ്പയും പ്രളയവും കോവിഡുമൊക്കെ വന്നതോടെ അതിനെ പ്രതിരോധിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു LDF സർക്കാർ. രണ്ടാം ടൈം പക്ഷേ പിണറായി സർക്കാർ തങ്ങളുടെ തനി സ്വരൂപം ജനത്തിനെ അറിയിക്കുകയും ചെയ്തു. നവകേരള യാത്രയിലെ ധൂർത്ത്, കേരളീയം ധൂർത്ത്, കൊറോണ കാലത്ത് PP കിറ്റിൽ നടത്തിയ അഴിമതി, പാലക്കാട് ബ്രൂവറി അഴിമതി, മകളുടെ എക്സാലോജിക്ക് മാസപ്പടി കേസ്, വയനാട് ദുരന്തത്തിൽ ഇരയായപ്പെട്ടവർക്കുള്ള സഹായ വിതരണം, വയനാട് ദുരന്ത ഫണ്ടിൻ്റെ തിരിമറി, ക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശിക, വിലക്കയറ്റം, സപ്ലൈ സ്റ്റോറുകളിലെ ലഭ്യതാക്കുറവും വിലക്കയറ്റവും, വന്യമൃഗശല്യത്തിലുള്ള നിലപാട്, കർഷകരോടുള്ള നിലപാടുകൾ, ഇലക്ട്രിസിറ്റി ബില്ല് വർധനവ്, നികുതി വർധനവ്, കോടതി വ്യവഹാരങ്ങൾക്കുള്ള ഫീസ് വർധനവ്, വസ്തു ആധാരം ചെയ്യുന്നതിനുള്ള വർധനവ്, കർഷക ആത്മഹത്യകൾ, ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സ്കൂൾ പാചക തൊഴിലാളികളുടെയും തുടങ്ങിയ അനേകം സമരങ്ങളോട് കാണിക്കുന്ന നീതികേടുകൾ, അനീതികൾ, ദേശീയപാത നിർമ്മാണ അഴിമതി, ആശ്രിത നിയമനം, ക്രിമിനലുകൾക്കുള്ള പാർട്ടി പിന്തുണ, CPM നേതാക്കന്മാരുടെ അപക്വമായ നിലപാടുകളും പ്രസ്താവനകളും, വർഗീയ ലഹരി മാഫിയയുടെ കുത്തഴിഞ്ഞാട്ടം, വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, കുട്ടികളുടെ തിരോധാനം, സ്ത്രീകളുടെ സുരക്ഷയില്ലായ്മ, നിയന്ത്രണമില്ലാത്ത ആഭ്യന്തരം, ധൂർത്ത്, കാലിയായ ഖജനാവ്, സമസ്ത മേഖലകളിലും പരാജയത്തിൽപ്പെട്ട നെറികെട്ട ഭരണത്തിൽ കേരള ജനത ശ്വാസം മുട്ടുകയാണ്. ഇതാണ് LDF ഭരണത്തിൽ കേരളത്തിന് പുറമേ നിന്ന് നോക്കുമ്പോൾ ഉള്ള അവസ്ഥയെങ്കിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കുടുംബങ്ങളിലുമുള്ള ഉള്ളറകളിൽ എത്ര ഭീകരമായ അവസ്ഥകളിലൂടെയാണ് ആളുകൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കുട്ടികളിലും സ്ത്രീകളിലും അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന വർഗങ്ങളിലുമുള്ള അരക്ഷിതാവസ്ഥയിൽ ഇനി സംഭവിക്കാവുന്ന ആത്മഹത്യകളുടെ ഭയാശങ്കയിലാണ് കേരള ജനത ഒന്നടങ്കം. ഇങ്ങനെ സമസ്ത മേഖലകളിലും സർക്കാരിൻ്റെ പോരായ്മകൾ നിഴലിക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് തികച്ചും നിർണായകമെന്നത് ഉറപ്പ് തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് UDFിൻ്റെ ആവശ്യകത കേരളത്തിൽ അനിവാര്യമാണ് എന്ന് ജനം വിളിച്ചു പറയുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഇപ്പോൾ തന്നെ അതിൻ്റെ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ ചരിത്ര നേട്ടത്തിലേക്ക് അവിടെ കുതിച്ചു കയറുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDFിൻ്റെ വിജയം ഉറപ്പിക്കുന്ന തുടക്കമാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.